നമ്മുടെ പോർക്ക് 50% വെന്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യൊക്കെ ഉരുങ്ങുന്നത് കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു കഴിക്കാൻ വേണ്ടി. ബാക്കി എല്ലാ ഗ്രില്ലും മാറി നിൽക്കും. പോർക്ക് ഗ്രില്ലാണ് ഏറ്റവും ടേസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പോർക്ക് ഗ്രില്ലാണ്. ഓൾമോസ്റ്റ് 5 കിലോ പോർക്കിൻ്റെ റിബ്സാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഏറ്റവും നല്ല റിബ്സാണെന്നാണ് ഗ്രില്ല് ചെയ്യാൻ നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ പോർക്കിൻ്റെ റിബ്സ് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പോർക്ക് ഗ്രില്ലിനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാൻ വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, സാധാ മുളക് കേട്ടോ, ഇത് നമ്മുടെ കാന്താരി മുളക്, പെപ്പർ, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ മീറ്റ് മസാല, പൊടിച്ച് വെച്ചാൽ കുറച്ച് ഗരം മസാല കേട്ടോ, നമ്മൾ തന്നെ പൊടിച്ച് വെച്ചാൽ നമുക്ക് പയ്യെ അരയ്ക്കാനുള്ള പരിപാടി തുടങ്ങാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി അധികം ഇടണ്ട. പോർക്കിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കുരുമുളക് പൊടിയാണ്. കാശ്മീർ ചില്ലി കുറച്ചിട്ടാൽ മതി, നമുക്കധികം കളറിൻ്റെ ആവശ്യമില്ല. മീറ്റ് മസാല അത്യാവശ്യം ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ചിട്ടാൽ മതി. നമ്മുടെ ഗരം മസാല ഇച്ചിരി 1 സ്പൂൺ 1.5 സ്പൂൺ ഇട്ട് നല്ല സ്മെല്ലായിരിക്കും. പെപ്പറാണ് പോർക്കിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. പെപ്പർ ഒരു 4 സ്പൂൺ പെപ്പറാണ്. കുറച്ച് വെള്ളം നന്നായിട്ട് അരയാൻ വേണ്ടി കേട്ടോ. കോക്കനട്ട് ഓയിൽ മസാല തന്നെ ഒരു നാരങ്ങയും പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ കട്ട് ചെയ്ത് നിർത്താൻ കുരു നന്നായിട്ട് എടുത്ത് കളയണം. കുരു എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കുരു എങ്ങനെ ഇതിൻ്റെ അടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. കുരു സെറ്റായിട്ട് നമ്മൾ മസാല അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രഷ് പോർക്ക് മേടിക്കാൻ അത് ശ്രദ്ധിക്കുക. ഫ്രഷ് പോർക്ക് മേടിച്ചാലാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഐസിട്ടത് മേടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നു. ഒരു 6-8 മണിക്കൂറെങ്കിലും ഫ്രീസിങ് ആണ്, നല്ലതാണ് ഇറച്ചിയുടെ ഉള്ളിലായിട്ടെല്ലാം പിടിക്കുള്ളൂ. ഇന്ന് വീണ്ടും ചാർക്കോൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ മുട്ടിക്കഷ്ണം വെച്ച് വീണ്ടും ചാർക്കോൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. പോർക്ക് ഗ്രില്ല് കയറ്റിയിരിക്കുന്നു. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നെയ്യൊക്കെ ഉരുകി വീഴുന്നുണ്ട്. നമ്മൾ 3 പീസ് ഇട്ടിട്ടുള്ളൂ. ഇനി ബാക്കി 2 പീസുകൂടെ ഉണ്ട്. അടുത്ത റൗണ്ടായിട്ട് ഇടാമെന്ന് ഓർത്തുകൊണ്ടിരിക്കും. എല്ലാം റിബ്സ് പീസാണ്. നമ്മളെപ്പോഴും തിരിച്ചും മറിച്ചും കൊടുക്കണം. എന്ന് വെച്ചാൽ നെയ്യ് നന്നായിട്ട് ഉരുകി വീഴുന്നുണ്ട്. നെയ്യ് ഉരുകി വീഴുമ്പോൾ ഗ്രില്ലിൻ്റെ അകത്തുനിന്ന് തീ വരും. നമ്മളെപ്പോഴും മറിച്ചും തിരിച്ചും കൊടുത്തുകൊണ്ടിരുന്നോളാം. ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത ലൈറ്റാണ്. ഇടയ്ക്ക് നമ്മൾ മേടിക്കൂടെ തൂളി കൊടുക്കണം, നല്ലതായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ ഗ്രില്ല് മേടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പുള്ള ഗ്രില്ലുണ്ടെങ്കിൽ മേടിക്കുകയാണ് നല്ലത്. കാരണം ചിക്കനാണെങ്കിലും പോർക്കാണെങ്കിലും ബീഫാണെങ്കിലും ഗ്രില്ല് ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യമേ ഏറ്റവും ടോപ്പ് ലെവലിൽ വെച്ച് വേണം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പയ്യെ സ്റ്റെപ്പ് താത്തിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറം കരിഞ്ഞിരിക്കുകയുള്ളൂ. പോർക്ക് ഗ്രില്ല് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 95% എടുത്ത് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. ഒരു രക്ഷയില്ല. ഒന്ന് പെട്ടെന്ന് വേവുകയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കായിരുന്നു.
നമ്മളിനി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാൻ പോവാണ്. അധികം നാരങ്ങ ഉണ്ട്, കുറേശ്ശെ പിഴിഞ്ഞ് ഒഴിച്ചാൽ. പോർക്ക് ബാർബിക്യൂ 100% വെന്തിരിക്കുന്നു. ഇനി നമ്മൾ ടെസ്റ്റിംഗ് ആണ്, എങ്ങനെയുണ്ട് ഉണ്ടാക്കിയത് നോക്കാം. അടിപൊളി. നമുക്ക് ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഹീറ്റാണ്, കൈ കൊള്ളണം. മാൻഡസ് കഴിച്ചാൽ അടിപൊളിയാണ്. എല്ലാവരും പരീക്ഷിക്കേണ്ടതാണ്. വീട്ടിൽ സെറ്റാണ്. ബാക്കി എല്ലാ ഗ്രില്ലും മാറി നിൽക്കും. പോർക്ക് ഗ്രില്ലാണ് ഏറ്റവും ടേസ്റ്റ്. പോർക്ക് ഗ്രില്ലിൻ്റെ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എടുക്കാം. സെറ്റായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. പോർക്ക് ഗ്രില്ല് നല്ല ചൂടുണ്ട്. ഇവിടെ വെന്ത് വിട്ടു. സെറ്റായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യാൻ പോകണം. രണ്ടാമത്തെ എങ്ങനെയുണ്ടെന്നറിയാം. ഒരു രക്ഷയില്ല, സൂപ്പറാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിക്കേണ്ടതാണ്. സെറ്റ്.